ഇന്നത്തെ ഏറ്റവും പുതിയ തുടരും വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടനെ നഗനയ്ക്ക് തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും എന്ന സിനിമയുടെ ആദ്യ 9 ദിവസത്തെ കൃത്യമായ വേൾഡ് വൈഡ് കളക്ഷൻ ഇപ്പോഴത്തെ ഡീറ്റെയിൽ ആയിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ബെൻസ് എന്ന് വിളിപ്പേരുള്ള സാധാരണക്കാരൻ ടാക്സി ഡ്രൈവറായിട്ട് എത്തിയ നമ്മുടെ ലാലേട്ടന്റെ തുടരും എന്ന സിനിമ അങ്ങനെ കൃത്യം 9 ദിവസങ്ങൾ കൊണ്ട് പ്രതീക്ഷ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് ഇപ്പോഴത്തെ എത്തപ്പെട്ടിരിക്കുകയാണ്. 145 കോടിയാണ് ഇന്നലെ ശനിയാഴ്ച വരെ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നേടിയെടുത്തിരിക്കുന്നത്. ഓരോ ദിവസത്തെയും ഡീറ്റെയിൽ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ആദ്യ ദിവസം 17,18,00,000 ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത് തുടങ്ങിയ തുടരും. രണ്ടാം ദിവസം 25,90,00,000, മൂന്നാം ദിവസം 26,15,00,000, നാലാം ദിവസം 14,20,00,000, അഞ്ചാം ദിവസം 12,53,00,000, ആറാം ദിവസം 11,35,00,000, വീണ്ടും ഏഴാം ദിവസം 11,30,00,000, എട്ടാം ദിവസം 12,55,00,000 ഗ്രോസ് കളക്ഷൻ എന്നിങ്ങനെ നേടിയെടുത്ത സിനിമ ഇന്നലെ 9-ാം ദിവസം മാത്രം 14,50,00,000 വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനാണ് നേടിയെടുത്തത്. അങ്ങനെ 145,70,00,000 തുടരുമെന്ന ലാലേട്ടൻ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. 150 കോടിയിലേക്ക് ഇന്നത്തെ പ്രീസെയിൽ കളക്ഷനോടെ സിനിമ എത്തപ്പെട്ടു എന്ന് നേരത്തെ തന്നെ പ്രേക്ഷകരെ അറിയിച്ചും കഴിഞ്ഞതാണ്. ഇന്നും 10 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് നിസ്സാരമായി ഉറപ്പാക്കിയ സിനിമ അങ്ങനെ തുടർച്ചയായിട്ട് 10 ദിവസങ്ങളിൽ തുടരുമെന്ന സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 10 കോടിയിലധികം കളക്ഷൻ നേടിയെടുക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിനിടയിൽ തുടരുമെന്ന സിനിമ 200 കോടിയിലും തന്നെ വേൾഡ് വൈഡ് ഗ്രോസ് ഉറപ്പാക്കി കഴിഞ്ഞു എന്ന് ഇനി പ്രത്യേകം അറിയിക്കേണ്ടതില്ലല്ലോ. ഒരു കലണ്ടർ വർഷത്തിൽ 200 കോടിയിലധികം കളക്ഷൻ നേടിയെടുക്കാനായിട്ട് ലാലേട്ടൻ ഒരുങ്ങുകയാണ്. അടുത്ത ഒരാഴ്ച കൊണ്ട് ഒരുപക്ഷെ അടുത്ത ശനി ഞായർ ദിവസങ്ങളോടെ സിനിമ 200 കോടി വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനും നേടിയെടുക്കുമെന്നാണ് നിലവിലെ ട്രെൻഡിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതിനിടയിൽ തിയേറ്റർ ഉടമകൾ അവരുടെ സന്തോഷം വീണ്ടും പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. L2, എമ്പുരാൻ, അതോടൊപ്പം തന്നെ തുടരുമെന്നീ സിനിമകളിലൂടെ കേരളത്തിൽ നഷ്ടത്തിലായിരുന്ന കടത്തിലായിരുന്ന തിയേറ്ററുകൾ 90% തിയേറ്ററുകൾ ഇപ്പോഴത്തെ സേഫ് സോണിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇതിനോടകം തന്നെ ഒരു തിയേറ്റർ ഉടമ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ വീണ്ടും ലാലേട്ടൻ സിനിമകൾ തിയേറ്റർ ഉടമകളുടെ രക്ഷകരാകുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. കാത്തിരിക്ക് കൂടുതൽ തുടരും വാർത്തകൾക്ക്.